ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നു. അമിത്ഷായുടെ തീപ്പൊരി പ്രസംഗത്തിൽ കൈയടിച്ചു പിന്തുണച്ചിരിക്കുകയാണ് കോൺഗ്രസ് എംപി ശശി തരൂർ. ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരെ വധിച്ചുവെന്ന് അമിത്ഷാ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയപ്പോഴായിരുന്നു തരൂർ തന്റെ പിന്തുണ ഡെസ്കിൽ കൊട്ടിക്കൊണ്ട് അറിയിച്ചത്. ഇതോടുകൂടി അസ്വസ്ഥരായ പ്രതിപക്ഷമാകട്ടെ ശശി തരൂരിനോടുള്ള അതൃപ്തി വളരെ പ്രകടമായി തന്നെ കാണിക്കുകയും ചെയ്തു. ഇന്നും കോൺഗ്രസ് തെളിവ് ചോദിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ കോൺഗ്രസിന്റെ വായടപ്പിക്കുന്ന മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടത്തിയത്. കോൺഗ്രസ് പാകിസ്ഥാന് വേണ്ടി കരയുകയാണ് ചെയ്യുന്നത്. അവർ ഒരിക്കൽ പോലും നമ്മുടെ ധീരന്മാരായ സൈനികരെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും മുതിർന്നിട്ടില്ല. നിരന്തരം അതിർത്തി കടന്നുള്ള ഭീകരത പരത്താനാണ് അവർ ശ്രമം നടത്തുന്നത്. എന്നാൽ കോൺഗ്രസ് എംപി ശശി തരൂർ മറിച്ചാണ് ചിന്തിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് മുതൽ ഇപ്പോൾ വരെയും അദ്ദേഹം കേന്ദ്ര സർക്കാരിനും ഇന്ത്യക്കൊപ്പവും പ്രധാനമന്ത്രിക്കൊപ്പവും നിലകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ പാകിസ്ഥാന്റെ ഭീകരത തുറന്നു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. തരൂർ BJP-യിലേക്ക് പോകുമെന്ന തരത്തിലായിരുന്നു പല അഭ്യൂഹങ്ങളും പരന്നതെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമായി തന്നെ ഉറച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യക്കൊപ്പം തന്നെ ഇനിയും നിലകൊള്ളുമെന്ന് തന്നെയാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ലോക്സഭയിൽ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗത്തിനായിരുന്നു അദ്ദേഹം കയ്യടി നൽകിയത്. മാത്രമല്ല ഇതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പലതവണ അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനെല്ലാം കോൺഗ്രസ് ആകട്ടെ അദ്ദേഹത്തിനോട് അതൃപ്തി വളരെ പ്രകടമായി തന്നെ കാണിക്കുകയും ചെയ്തു. കേരളത്തിലടക്കം അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നും ഒരു പിന്തുണയും ലഭിക്കാത്ത സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ വധിച്ചെന്ന് അമിത്ഷാ പ്രസംഗത്തിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. മാത്രമല്ല പ്രതിപക്ഷത്തു നിന്നും മറ്റാരും തന്നെ ഈ ഡെസ്കിലടിച്ച് അദ്ദേഹത്തെ പിന്തുണ അറിയിച്ചിരുന്നില്ല. എന്നാൽ മറിച്ച് ബഹളം വെച്ചുകൊണ്ട് അവർ അമിത്ഷായെ എതിർക്കാനായിരുന്നു ശ്രമം നടത്തിയത്. തരൂരിന് പിന്നാലെ തന്നെ കോൺഗ്രസിലെ മറ്റൊരു മുതിർന്ന നേതാവായ മനീഷ് തിവാരിയും പാർട്ടി നേതൃത്വത്തിന് പരോക്ഷമായ മറുപടിയുമായിട്ടാണ് രംഗത്ത് വന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ലോക്സഭയിൽ സംസാരിക്കുന്ന കോൺഗ്രസ് എംപിമാരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മനീഷ് തിവാരി ഭാരതത്തിന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന എന്ന തരത്തിലുള്ള ഗാനത്തിന്റെ ഭാഗമാണ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നതും. ചർച്ചയിൽ പങ്കെടുക്കാൻ അനുവാദം ചോദിച്ചെങ്കിലും പാർട്ടി നിരാകരിച്ചതിന് പിന്നാലെയായിരുന്നു തിവാരിയുടെ പ്രതികരണം വന്നത്. കേന്ദ്ര സർക്കാർ വിദേശത്തേക്ക് അയച്ച കോൺഗ്രസ് MP ആയിരുന്നു മനീഷ് തിവാരി. തരൂരിനൊപ്പം തന്നെ നേതൃത്വത്തിനെതിരെ സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ സംഘത്തിലും തിവാരി ഉൾപ്പെട്ടിരുന്ന വ്യക്തിയാണ്. മനോജ് കുമാർ അഭിനയിച്ച് പൂരംബ് ഓർ പഞ്ചിങ് എന്ന ചിത്രത്തിലെ ഗാനം എക്സിൽ പങ്കുവച്ച തിവാരിയാകട്ടെ ഞാൻ ഭാരതീയനാണ്, ഭാരതത്തിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു, ജയ് ഹിന്ദ് എന്നായിരുന്നു അദ്ദേഹം കുറിച്ചതും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുമ്പോൾ ഇന്ന് പാർലമെന്റിൽ ഇരുസഭകളിലും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ചർച്ചയിലെ ശ്രദ്ധാകേന്ദ്രമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റിൽ എത്തുകയാണ് ഉണ്ടായത്. പ്രതിപക്ഷത്തിന്റെ ഓരോ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും കൃത്യവും അതുപോലെ വ്യക്തവുമായ മറുപടിയായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നൽകിയത്. പഹൽഗാം ആക്രമണം ഇന്ത്യയിൽ കലാപം പടർത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ ആഞ്ഞടിച്ചു. ഐക്യത്തോടെ തന്നെ ആ ഗൂഢാലോചന പരാജയപ്പെടുത്തിയ രാജ്യത്തെ ജനങ്ങൾക്ക് താൻ നന്ദി അറിയിക്കുന്നതായും പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാജ്യത്തെ പ്രതിപക്ഷത്തിന് മാത്രം ഇപ്പോഴും സംശയങ്ങളാണ്. ഭീകരർ കരയുകയാണ്, അവരുടെ യജമാനന്മാരും കരയുന്നു. അവർ കരയുന്നത് കണ്ട് ഇവിടെ ചിലർ കരയുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർക്ക് മാധ്യമങ്ങളിൽ ഇടം നേടാൻ കഴിയുകയും എന്നാൽ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു വശത്ത് ഇന്ത്യ സ്വാശ്രയത്തിലേക്ക് അതിവേഗം തന്നെ നീങ്ങുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് വർഷങ്ങളായി തന്നെ പാകിസ്ഥാനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് പാകിസ്ഥാനിൽ നിന്ന് കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.